ഹലോ. NIOS +2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസിൽ നമ്മുടെ കൺസ്യൂമർ പ്രൊഡക്ഷനെ കുറിച്ചൊരു ചാപ്റ്റർ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സിനെ കുറിച്ചിട്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയുള്ള റൈറ്റ്സിനെ കുറിച്ചിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ കൺസ്യൂമർ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒത്തിരി നിയമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒത്തിരി നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ നിരവധി നിയമങ്ങൾ വേറെയുണ്ട്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് അത് ഇതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഒന്നാമത്തെ ആക്ട് ആണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആക്ട് എന്ന് പറയുന്നത്. ഈ പേരിൽ തന്നെ നമുക്കറിയാം ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. കാർഷികപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഫാം അങ്ങനത്തെയൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ, കാർഷികവും അതുപോലെ തന്നെ ഫാമും. ഈ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് അഗ്മാർക്ക് മുദ്ര നൽകണം എന്നാണ് ഈ ഒരു നിയമപ്രകാരം ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏതൊരു കാർഷിക ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോഴും ഫാമിലൂടെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോഴും ആ പ്രൊഡക്റ്റിൽ അഗ്മാർക്ക് മുദ്ര ഉണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്യണം. രണ്ടാമതാണ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഡ്രഗ്സും ഒന്ന് കോസ്മെറ്റിക്കും അല്ലെ. അപ്പോ ഈ മരുന്നുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും അനുയോജ്യമായ ബില്ലോട് കൂടിയിട്ട് നൽകിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂമേഴ്സിന് ഒരു ഉറപ്പ് നൽകുകയാണ് ഇതിലൂടെ നൽകുന്നത് അല്ലെ. അപ്പോൾ ഈ മരുന്നുകൾക്കാണെന്നുണ്ടെങ്കിൽ, കോസ്മെറ്റിക് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് ഒരു മോശമായി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ കാര്യമായിട്ട് ബാധിക്കും അല്ലെ. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അനുയോജ്യമായ ബില്ലോട് കൂടിയിട്ട് കൺസ്യൂമേഴ്സിന് ഉറപ്പ് നൽകുകയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത്. ഇതാണ് ഗവൺമെന്റിന്റെ മറ്റൊരു ലോ എന്ന് പറയുന്നത്. മൂന്നാമതാണ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ വരുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഭക്ഷണങ്ങൾ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. കുറെ പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും മായം കലർത്തരുത് എന്നാണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നിയമം ഗവൺമെന്റ് പാസ്സാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളിലും ഒത്തിരി മായം ചേർത്തതായിരിക്കും. ഇത് നിയമം പാസ്സാക്കിയിട്ടും അങ്ങനെ ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമമാണ് ഈ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ മാർക്കറ്റുകളിൽ, നമ്മുടെ കമ്പോളങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ പരുത്തി പോലുള്ള സാധനങ്ങൾ, ഡ്രസ്സൊക്കെ വേണ്ട നമുക്ക്, അതുപോലെ പെട്രോൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറെ നീഡ്സ് ഉണ്ട് മനുഷ്യന്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റുകളിൽ ഉറപ്പുവരുത്തുക എന്നാണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ആക്ട് ആണ് MRTR ആക്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ കരിഞ്ചന്ത പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ പരസ്യങ്ങൾ, പൂഴ്ത്തിവെപ്പ്, ഇതിലൂടെയൊക്കെ നമ്മുടെ കൺസ്യൂമേഴ്സിന് വഞ്ചിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട് അല്ലെ. ഇതൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും പരസ്യങ്ങളിലൂടെയൊന്നും കൺസ്യൂമേഴ്സ് വഞ്ചിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ഈ MRTR ആക്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആക്ട് എന്ന് പറയുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിലവാരമില്ലാത്തതും അതുപോലെ തന്നെ അളവില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നും നൽകപ്പെടരുത്. അതുപോലെ തന്നെ ലേബൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, ലേബൽ ഉണ്ടായിരിക്കണം ഏതൊരു സാധനത്തിനും. ഇതൊക്കെയാണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അളവില്ലാണ്ടും അതുപോലെ തന്നെ ഗുണനിലവാരം ഇല്ലാണ്ടൊന്നും സാധനങ്ങൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കരുത്. അതുപോലെ തന്നെ കറക്റ്റ് ഒരു ലേബൽ എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ടായിരിക്കണം എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫ്രൂട്ട് പ്രൊഡക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്, FPO എന്ന് പറയും. ഈ ഒരു ആക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ പഴം, പച്ചക്കറി പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ, ഇവര് കറക്റ്റ് ആയിട്ട് ഇതിന്റെ പാക്കിങ്ങിലായാലും ശുചിത്വത്തിന്റെ കാര്യത്തിലായാലും ലേബലിംഗിലായാലും ഗുണനിലവാരത്തിലായാലും യാതൊരു കോംപ്രമൈസും പാടില്ല. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഇത് വിൽപ്പനയ്ക്ക് വെക്കാൻ പാടുള്ളൂ എന്നാണ്. ഇതിൽ പെടുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചാറുകൾ, പിക്കിൾസ്, അതുപോലെ ജാം, സ്ക്വാഷ്, ഇതൊക്കെ ഈ പഴം, പച്ചക്കറികൾ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഗുണനിലവാരം, ശുചിത്വം, ലേബലിംഗ്, പാക്കിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നാണ് ഈ ഒരു ലോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. അത് നമ്മൾ മുൻപിലെ ഒരു വീഡിയോയിൽ ചെയ്തതാണ്. ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തൊരു അവർക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ, മോശമായിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സേവനങ്ങളോ ലഭിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പരാതിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ആക്ടിലൂടെ പറയുന്നുണ്ട്. പിന്നെ കമ്പനീസിന് മാത്രമല്ല, കമ്പനീസിനെതിരെ നമുക്ക്, പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസിനെതിരെ നമുക്ക് പരാതികൾ കൊടുക്കാം. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും നമുക്ക് പരാതികൾ ഇതിലൂടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇതിലൂടെ അവരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റിൽ 9ാമതായിട്ട് വരുന്ന ലാസ്റ്റിലത്തെ ആക്ട് ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ നിശ്ചയിച്ചിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളും സവിശേഷതകളും ഉണ്ട്. ഇത് പ്രകാരമുള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഗുണനിലവാര സർട്ടിഫിക്കേഷൻ മാർക്ക് ഇവർ നൽകും. അതിനെയാണ് നമ്മൾ ISI മാർക്ക് എന്ന് പറയുന്നത്. മിക്ക പ്രൊഡക്ട്സിന്റെ ബാക്കിൽ നമ്മളത് കണ്ടിട്ടുണ്ടാവും, ഈ ISI
മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. ഇത് ഉണ്ടായിരിക്കണം എന്നാണ്, ഗുണനിലവാരത്തിന്റെ സർട്ടിഫിക്കേഷൻ ഏതൊരു പ്രൊഡക്റ്റിന് ലഭിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു ആക്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഈ ഒരു 9 ആക്റ്റാണ് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൺസ്യൂമറിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് വഞ്ചിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട്. അപ്പോൾ നമ്മൾ NIOS +2 വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളിത് പഠിക്കണം, നമ്മുടെ എക്സാംസിനായാലും കറക്റ്റായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോഴും പറയുന്നത് പോലെ ഇതൊന്നും നമ്മൾ എക്സാംസിന് വേണ്ടി മാത്രം പഠിക്കേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ്, പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം, അവെയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചോളൂ. നമുക്ക് ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും, നമുക്ക് പരീക്ഷയ്ക്ക് മാർക്കും നേടാൻ പറ്റും.